ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുമ്പളങ്ങ കറിയുടെ റെസിപ്പി കൊണ്ടാണ്. വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ കറി ഉണ്ടെങ്കിൽ ചോറ് കാലിയാവുന്നത് അറിയില്ല. അതിൻ്റെ കൂടെ ഒരു ഫ്രൈ ചെയ്ത മീനോടെ ഉണ്ടെങ്കിൽ ഉഷാറായി. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. അത് കുതിർത്തിയിട്ട് ആണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. അതിനോടൊപ്പം ഒരു 4 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തു. വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല, അത് കാരണമാണ് 4 പച്ചമുളക് ചേർത്തിയത്. വലിയൊരു തക്കാളിയൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ചേർക്കാത്ത കാരണം തക്കാളിൻ്റെ പുളി മാത്രം മതി ഈ കറിക്ക്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് പരിപ്പ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമോടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഒരൊറ്റ വിസിൽ മാത്രം മതി ഈ പരിപ്പ് വേവാൻ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ പ്രഷറെല്ലാം പോയി. ഇപ്പോൾ പരിപ്പെല്ലാം നല്ലപോലെ വെന്ത് വന്നിക്കണം. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 300 ഗ്രാമോളം ഉണ്ടാവും കുമ്പളങ്ങ. അതാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മാത്രം മതി ഇത് വേവാൻ. ഇപ്പോൾ 2 വിസിൽ വന്നു. ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വന്നു. കൂടുതൽ ഉടയേണ്ട ആവശ്യമില്ല കഷ്ണങ്ങൾ. ഇനി ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 1/2 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 4-5 അല്ലി ചെറിയുള്ളിയുടെ ചേർക്കാം. ഞാൻ ചെറിയുള്ളി ആയ കാരണമാണ് 5 എണ്ണം ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം 3 എണ്ണം മതി. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടിയും ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി കറിയിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഞാൻ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. കൂടുതൽ തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കറി. ഇനിയിപ്പോൾ തിളയെല്ലാം വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിപ്പ് റെഡിയാക്കാം. ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ കുറച്ച് കട്ട പിടിച്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനോടൊപ്പം ഒരു 2 വറ്റൽമുളക് കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കാം. ഇനി താളിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങക്കറി ഇവിടെ റെഡിയായി കിട്ടി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു വട്ടം ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.